പ്രാശൻ പിന്നെ എക്സിബിഷനായി, ഒരിടത്ത് തുടങ്ങുന്നു, അവിടെ വിജയിക്കുന്നു, അവിടെ ഷോറൂം ഇടണു, അപ്പത്തേക്കും അടുത്തടുത്തേക്ക് എക്സിബിഷൻ പോകുന്നു. അങ്ങനെ ഒരു ഒരു എന്താ പറയാ, രഥ ഓട്ടം പോലെ, തേരോട്ടം എന്ന് നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന പോലെ ആയിരുന്നു. ഒരിടത്ത് വിജയിക്കുന്നു, അവിടെ ഷോറൂം, അടുത്തടുത്ത് എക്സിബിഷൻ, അവിടെ വിജയിക്കുന്നു, അവിടെ ഷോറൂം. മഹാത്ഭുതം എന്ന് പറഞ്ഞായിരുന്നു അന്ന് നോട്ടീസൊക്കെ അടിച്ച് സ്വന്തം കുറെ വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5 പവൻ പൊലിമയും ബലവും ഈടും നിൽക്കുന്ന മഹാ അത്ഭുതം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ജനങ്ങൾ തള്ളിക്കയറുന്ന എക്സിബിഷൻസും ഒക്കെ ആയി. പിന്നെ അതങ്ങനെ വിജയിച്ചല്ലോ. വിജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ഫാക്ടറി ആയിട്ട് തുടങ്ങിയപ്പോ ഫസ്റ്റ് ഞാൻ കുട്ടികളെ, അതിനു മുമ്പ് ഗോൾഡ് ജ്വല്ലറി ഉണ്ടല്ലോ, അപ്പൊ ഗോൾഡ് ജ്വല്ലറി കൊണ്ടുനടക്കാൻ പ്രാശന് പറ്റാതായപ്പം ഞാൻ ഗോൾഡ് ജ്വല്ലറി ഏറ്റെടുത്തു. ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അവിടെ അസിസ്റ്റ് ചെയ്യാൻ പോകുമായിരുന്നു, എനിക്ക് ബാലൻസ് ടൈം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗോൾഡ് ജ്വല്ലറി വേണ്ടാന്ന് വെച്ചു. ഇതിന്റെ ഫാക്ടറി തുടങ്ങി. അപ്പൊ ഫസ്റ്റ് അതിന്റെ അക്കൗണ്ട്സ്, അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. പിന്നെ പതുക്കെ പ്രൊഡക്ഷനിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പിന്നെ ഫാക്ടറി നമ്മുടെ ഇതിലായി. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ബിസിനസ്സിലേക്ക് കൂടി തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ ടൈം കിട്ടി തുടങ്ങിയപ്പോൾ അങ്ങനെ ആയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10-18 ഷോപ്പൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒരുവിധം എല്ലാം ഒന്ന് പഠിച്ചു, എല്ലാം മനസ്സിലാക്കി.